നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇന്ന് ചെറിയ പെരുന്നാൾ. റംസാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. സ്നേഹത്തിന്റെ കൂടിച്ചേരലുകളുടെയും ആഘോഷം കൂടിയാണ് ചെറിയ പെരുന്നാൾ. നന്മകളാൽ സ്ഫുടം ചെയ്ത ആത്മീയ ഊർജ്ജവുമായിട്ടാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ക്ഷമ, സഹനം, കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങളുടെ കൂടിച്ചേരൽ കൂടിയായ വ്രതാനുഷ്ഠാന ദിനങ്ങൾ പിന്നിട്ടാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ വർണ്ണാഭമാക്കുന്നത്. ഇല്ലാത്തവന്റെ വിശപ്പറിയുന്നത് മാത്രമല്ല, വാക്കിലും പ്രവൃത്തിയിലും തെറ്റുകൾ വരാതിരിക്കാനുള്ള ജാഗ്രത കൂടിയായിരുന്നു കഴിഞ്ഞുപോയ 29 ദിനരാത്രങ്ങൾ. സക്കാത്ത് നൽകി സമ്പത്ത് വിപുലീകരിച്ച ഇഫ്താർ സംഗമത്തിലൂടെ സൗഹൃദം ഊട്ടിയുറപ്പിച്ച് കൈകളിൽ മൈലാഞ്ചി ചോപ്പണിഞ്ഞും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിച്ചും ഇന്നത്തെ ദിവസം വിശ്വാസികൾ സമ്പന്നമാക്കും. പെരുന്നാൾ നിസ്കാരത്തിനായി ഈദ്ഗാഹുകളിലും പള്ളികളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. മുതുവട്ടൂർ രാജാ ഹാളിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് സുലൈമാൻ അസ്ഹരി നേതൃത്വം നൽകി. ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരം ഗ്രൌണ്ടിൽ ഈദ് മിഷാൽ സലാം വടനപ്പള്ളി, എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് മുഹമ്മദ് ദാരിമി അരിമ്പ്ര, കിറാമൻകുന്ന് ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് സാബിത് സഖാഫി, പുതിയറ ജുമാ മസ്ജിദിൽ ഹസൻ ലത്തീഫി, പുന്ന ജുമാ മസ്ജിദിൽ നൌഷാദ് സഖാഫി, മണത്തല ജുമാ മസ്ജിദിൽ കമറുദ്ദീൻ ബാദുഷാ തങ്ങൾ, ചാവക്കാട് ടൗൺ ജുമാ മസ്ജിദിൽ ഡോക്ടർ അബ്ദുൾ ലത്തീഫ് ഹൈതമി, ചാവക്കാട് ജലാലിയ മസ്ജിദിൽ നൌഷാദ് സുഹരി, ബ്ലാങ്ങാട് ജുമാ മസ്ജിദിൽ ശിഹാബ് ബാഘവി കാങ്ങൽ, ബ്ലാങ്ങാട് കട്ടൽ ജുമാ മസ്ജിദിൽ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അഞ്ചങ്ങാടി ജുമാ മസ്ജിദിൽ ഫാരിസ് ഫൈസി എന്നിവർ നേതൃത്വം നൽകി. പാവർട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുനാളിന് സമാപനം. തിരുനാളിന്റെ പ്രധാന ആകർഷണമായ വളയെഴുന്നള്ളിപ്പുകൾ 12 കൂറ്റൻ വൈദ്യുത തേരുകളുടെ അകമ്പടിയോടെ വർണ്ണാഭമായി. രാത്രിയെ പകലാക്കുന്ന പ്രകാശവിസ്മയത്തിനാണ് പാവർട്ടി സാക്ഷ്യം വഹിച്ചത്. പള്ളിയങ്കണത്തിൽ അണിനിരന്ന 12 വലിയ തേരുകൾ ദൃശ്യവിരുന്നൊരുക്കി. വിവിധ സംഘടനകളിൽ നിന്നുമായി എത്തിയ വളയെഴുന്നള്ളിപ്പുകൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പള്ളിമുറ്റത്തേക്ക് പ്രവേശിച്ചത്. നേർച്ചവളകൾ സമർപ്പിക്കാനും തിരുനാൾ ഊട്ടുസദ്യയിൽ പങ്കെടുക്കാനും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മൊബൈൽ ഫോൺ ക്യാമറകളിൽ വർണ്ണാഭമായ ദൃശ്യങ്ങൾ പകർത്താനും വിശ്വാസികൾ തിരക്ക് കൂട്ടി. തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ലതീഞ്ഞ്, പ്രാർത്ഥന, റാസ കുർബാന എന്നിവയ്ക്ക് വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ, കൈക്കാരന്മാരായ ജെയ്സൺ വടക്കോട്ട്, ജോസൺ കെ എ, ജോസഫ് ലിയോ, ബാബു കെ ജെ എന്നിവർ നേതൃത്വം നൽകി. മസ്ജിദ് റഹ്മ മഹല്ല് കമ്മിറ്റി പെരുമ്പിലാവ് അൻസാർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹ് നമസ്കാരത്തിനും ഗുത്തുബയ്ക്കും ഖത്തീബ് മുസ്തഫ ശാന്തപുരം നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൽ ഫുർഖാൻ മസ്ജിദ് അങ്കണത്തിൽ നടന്ന ഈദ്ഗാഹിനും നമസ്കാരത്തിനും ഖത്തീബ് മൻസൂർ സലഫി, കോട്ടോൽ മഹല്ല് സെൻട്രൽ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഉസ്താദ് സുലൈമാൻ അൻവരി, കോട്ടോൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ ഉമർ ഫൈസി, പരുവക്കുന്ന് മഹല്ല് മസ്ജിദ് അബ്ദുൾ റഹ്മാൻ ഭാഗവി, ആൽത്തറ മഹല്ലിൽ ഷഫീഖ് അൻവരി, പെരുമ്പിലാവ് സെൻട്രൽ ജുമു ആ മസ്ജിദിൽ സിദ്ദിഖ് റഹ്മാനി, കൊരട്ടിക്കര ബദ്രിയ മസ്ജിദിൽ ആബിദ് അസനി, ചിറക്കൽ ജുമു ആ മസ്ജിദിൽ ഹക്കീം ദാരിമി എന്നിവർ നേതൃത്വം നൽകി. പുത്തൻ വസ്ത്രങ്ങളണിഞ്ഞും പരസ്പരം പുണർന്നും മധുരം വിതരണം ചെയ്തും എങ്ങും ആഹ്ലാദത്തിന്റെ നിറവിലാണ് വിശ്വാസികൾ പിരിഞ്ഞത്. ചെമ്മന്തിട്ട ശ്രീ മഹാദേവ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. മീനം 5-ന് കൊടിയേറിയത് മുതൽ നടക്കുന്ന ഉത്സവ ചടങ്ങുകളും കലാപരിപാടികളും 8ാം വിളക്ക് ദിവസമായ മീനം 12-ന് ആറാട്ടോടെ സമാപിക്കും. ചരിത്രത്തിലും പുരാണങ്ങളിലും നിരവധി ഐതിഹ്യങ്ങളുള്ള ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിതമായ കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മീനം 4-ന് ക്ഷേത്രശുദ്ധി നടത്തി 5-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിമരപ്പൂജയും ധ്വജപൂജയും നടത്തി ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നടത്തി. ക്ഷേത്രം മേൽശാന്തി എറിയാട് വാസുദേവൻ നമ്പൂതിരി സഹകാർമ്മികനായി. 2ാം വിളക്ക് മുതൽ ക്ഷേത്രത്തിൽ അഭിഷേകം, വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം, ശീവേലി, മുളപൂജ, നവകമാടൽ എന്നിവ നടക്കും. 7ാം വിളക്ക് ദിവസമാണ് പള്ളിവേട്ട. ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിന് പുറത്ത് വിവിധ കലാപരിപാടികളും അരങ്ങേറും. എല്ലാ ദിവസങ്ങളിലും ഉത്സവക്കഞ്ഞിയും പ്രസാദഊട്ട്, ലഘുഭക്ഷണം എന്നിവയും ഉണ്ടാകും. ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും ക്ഷേത്രം ഊരായ്മ, ദേവസ്വം അംഗങ്ങളും ക്ഷേത്രക്ഷേമസമിതി ഭാരവാഹികളും ഉത്സവാഘോഷ കമ്മിറ്റിയും നേതൃത്വം നൽകും.
ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലേക്കുള്ള വടക്കൻ മേഖലാ കാൽനട തീർത്ഥയാത്ര ശനിയാഴ്ച നടക്കും. രാവിലെ വികാരി ഫാദർ അബ്രഹാം യാക്കോ പൂവത്തുമണ്ണിൽ കുർബാന അർപ്പിക്കും. തുടർന്ന് തീർത്ഥയാത്ര ആരംഭിക്കും. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലീബ മോർ ഉസ്താത്തിയോസ് ബാവയുടെ 96-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചാണ് പരിശുദ്ധ ബാവയുടെ ഖബറിങ്കലിലേക്ക് വടക്കൻ മേഖലാ കാൽനട തീർത്ഥയാത്ര നടത്തുന്നത്. കല്ലുംപുറം, കൊരട്ടിക്കര, അക്കിക്കാവ്, കുന്നംകുളം താഴത്തേപ്പാറ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം തീർത്ഥയാത്ര വൈകിട്ട് 6-ന് ആർത്താറ്റ് ഖബറിങ്കൽ എത്തിച്ചേരും. വികാരി ഫാദർ അബ്രഹാം യാക്കോ പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. ചരമം. കല്ലുംപുറം സ്വദേശി ചങ്ങനാശ്ശേരി ഫാൻസി ഗിഫ്റ്റ് ഹൌസ് സ്ഥാപന ഉടമ പുലിക്കോട്ടിൽ പരേതനായ വർഗീസ് മകൻ വിൽസൺ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30-ന് മോർക്കുളങ്ങര മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടത്തും. ഷേബ ഭാര്യയും വിബി, സബി എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.